സഹോദരങ്ങളെ, ഒരു വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടമാണല്ലോ. ഒരിടത്ത് വലിയ ആഹ്ലാദം, വിചാരിക്കാത്ത രീതിയിലുള്ള വിജയം, മറ്റൊരിടത്ത് വലിയ ആഘാതം, അത്യാഘാതം, കൂട്ടിയും കുഴച്ചും കുറുക്കിയുമൊക്കെ പരാജയ കാരണങ്ങൾ തിരക്കുന്ന തിരക്ക്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് നമ്മുടെ സംസ്ഥാനം വർഗീയ ഭീഷണിക്ക് അത്ര പെട്ടെന്ന് വഴങ്ങുന്ന ഒന്നല്ല. അതിൻ്റെ കാരണം എന്നാ? വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആ സംസ്കാരം നാം തുടർന്നുകൊണ്ട് പോവുകയും വേണം. അപ്പോൾ ഈ ചില കൊടികളോടുള്ള ആഭിമുഖ്യം, ചില കൊടികളോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്നവർ അധികം ഒന്നുമില്ല. അവരതിനു വേണ്ടി മരിക്കും, അതിന് പേര് വഴക്കുണ്ടാക്കും, ആക്രമണങ്ങൾ ചെയ്യും. എന്നാൽ ഒരു കൊടിയിലും വലിയ വിശ്വാസമില്ലാത്തവരാണ് ഭൂരിഭാഗവും. അവരതാ സമയത്ത് നന്മയേത് തിന്മയെന്ന് തിരഞ്ഞെടുത്ത് അവരങ്ങ് വോട്ട് ചെയ്യും. പലപ്പോഴും ഈ ഒരു വിഭാഗമാണ് ജയ അപജയങ്ങളെ നിശ്ചയിക്കുന്നത്. ഈ മധ്യവിഭാഗം, മധ്യവർത്തികൾ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നില്ല. അവർ തിരിച്ചറിയും, അവരെ വിലയിരുത്തും. നന്മ തിരിച്ചെടുക്കാൻ അവർക്ക് കഴിവുണ്ടാവും, അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്. മതേതരത്വം എന്ന് പറയുന്ന ഒരു വലിയ സംഗതി നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന നിലപാടാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ഏറെക്കുറെ പ്രയോഗത്തിൽ എത്തിയിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നശിപ്പിക്കാതിരുന്നാൽ മതി. അതാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ എങ്കിലും വർഗീയ വിഷയങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ തലപൊക്കി വരുന്നത് അതത്ര നല്ല സൂചനകളല്ല. അങ്ങനെ വർഗീയ വിഷവുമായിട്ട് തല ഉയർത്തി പത്തി വിടർത്തി വരുന്നതിനെ കൊത്താൻ നിൽക്കുന്ന വിഷസർപ്പങ്ങളുടെ പത്തി അടിച്ച് തകർക്കുകയോ അല്ലെങ്കിൽ ഓടിച്ച് നാട് കടത്തുകയോ ചെയ്യേണ്ടത് പ്രബുദ്ധ കേരളത്തിൻ്റെ ചുമതലയാണ്. അത് അറിഞ്ഞിരിക്കുന്ന സംഗതിയാണ്. വളരെ പക്കാ വർഗീയത ഇന്ന് വളരെ ഉറപ്പിച്ചിങ്ങനെ പറയുന്ന ഒരു മടിയില്ലാത്ത ചാനലിരുന്നുകൊണ്ട് ഒരു മനുഷ്യരിങ്ങനെ ചുമ്മാ വെറുതെ യഥാസംഘങ്ങളെല്ലാം കള്ളന്മാരുടെ കൂട്ടമാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പം കേട്ടിരിക്കുന്ന തലകുലുക്കി ചിരിക്കുക. പോട്ടെ, അതേക്കുറിച്ച് പിന്നീട് പറയാവുന്നതാണ്. തെരഞ്ഞെടുപ്പിനൊന്നും ചില മേലധ്യക്ഷന്മാർക്ക് തെരുവീതിയിലിട്ട് ചവിട്ടാൻ പലരും ഇങ്ങനെ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്നത് കണ്ടു. അപ്പോൾ അതിനെല്ലാം ഒന്നിച്ച് കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം കണ്ടില്ലേ? ഇപ്പം ചവിട്ടിയവർക്ക് എവിടെയാണ് പോയി നിൽക്കുന്നത്? അപ്പോൾ ഒരു മാനദണ്ഡവുമില്ലാതെ വന്നി പിതാക്കന്മാരെയും ശ്രേഷ്ഠ പുരോഹിതരെയും ഒക്കെ നിന്ദിച്ച് മിടുക്കനാകാൻ പലരും ശ്രമിച്ചു. പട്ടക്കാർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടുണ്ടോ? വലിയൊരു ചോദ്യം ചോദിക്കുന്നത്. പട്ടക്കാർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടുണ്ടോ? അത് പലരും ചോദിക്കുന്നതാണ്. ക്രൈസ്തവ പൗരോഹിത്യം എന്ന് പറയുന്നത് പൂജാരിയുടെ തലത്തിലേക്ക് താഴ്ത്തിക്കളയാൻ ആരും വിചാരിക്കേണ്ട. അത് തെറ്റായ ഒരു ധാരണയാണ്. ചരിത്രം അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് അങ്ങനെ തോന്നുക. ഇപ്പം ചരിത്രത്തിൽ പാഠം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ക്രൈസ്തവ പൗരോഹിത്യം എന്ന് പറയുന്നത് പൗരോഹിത്യ അഭിഷേകം മാത്രമല്ല, അതിനകത്ത് പ്രവാചക ദൗത്യവും ജനനേതൃത്വ ദൗത്യവും കൂടി ഉൾച്ചേരുന്ന ഒരു കാര്യമാണ്. ഇതാണ് അതിൻ്റെ വ്യത്യസ്തത. അതുകൊണ്ടാണ് ഒരുപോലെ അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ മാർപ്പാപ്പായെ പോലും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് വിമർശിക്കാനിടയുണ്ട്. ഇങ്ങനെ വിമർശിക്കുക, ഒരാളിപ്പോൾ വിമർശിച്ചിട്ട് കണ്ടില്ലേ? ഇപ്പോൾ രമ്യപ്പെടലിനായിട്ട് ആളെ വിട്ടിരിക്കുക നൂതനെ. പാപ്പ ചെയ്യേണ്ട കാര്യം പാപ്പ ചെയ്യണം. ലോകസമാധാനത്തിന് വേണ്ടി നിൽക്കേണ്ടത് നിൽക്കണം. അത് ധീരമായിട്ട് പറയണം. അത് ആർക്കെതിരാണെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കെതിരായാലും ശരി, സമാധാനമാണ് ലോകം ആഗ്രഹിക്കുക, യുദ്ധമല്ല. അതുപോലെ തന്നെ എടുത്ത് കേരളത്തിൻ്റെ കാര്യം നോക്കുകയും രണ്ട് അവസ്ഥ നോക്കിയാൽ മതി. ഒന്ന് കുടിയേറ്റത്തിൻ്റെ കാര്യവും, രണ്ട് കുടിയിറക്കേണ്ട കാലവും. ഈ കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ പട്ടിണിയുടെ അങ്ങേയറ്റം തെറ്റിക്കഴിയുമ്പോൾ ഈ ജനം മുഴുവൻ സർക്കാരിനെ പ്രോത്സാഹിപ്പിച്ച് മലബാറിലേക്കും റേഞ്ചിലേക്കും ഒക്കെ കുടിയേറിയില്ലേ? അവിടെ വല്ലതും ഉണ്ടായിരുന്നോ ഈ പാവങ്ങൾക്ക്? അവിടെ ആരാ നേതൃത്വം കൊടുത്തത്? അന്ന് വൈദികരവരും പൂജാരിയായിട്ട് പള്ളിക്കകത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അന്ന് സർവ്വജനതകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കത്തോലിക്ക വൈദികരാണ്. ചരിത്രം പഠിച്ച് നോക്ക്. അല്ലായിരുന്നു എന്ന് ആളുകൾ വീടുകൾ കയറി ഇറങ്ങി അവരെ ആശ്വസിപ്പിച്ച്, വേണ്ടി വന്നാൽ അവരൊരു ഡോക്ടറുടെ ചുമതലയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാം ഒന്നിച്ച് വളർത്തിയിരുന്ന ഒരൊറ്റ വൈദികനാണ് പല പ്രദേശങ്ങളിലും.
അറിയാൻ പാടാത്ത ആരുണ്ട്? വഴിയിൽ വഴിയുണ്ടാകാനും വെട്ടമുണ്ടാകാനും ഇതൊക്കെ ഈ ഹൈറേഞ്ചിലെ പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ചരിത്രമൊന്ന് എഴുതി വയ്ക്കേണ്ടതാണ്. മുതിർന്ന തലമുറ ഇത് ഓർത്തിരിക്കും. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നാ ഉണ്ടായും? അന്നിവരൊന്നുമില്ലായിരുന്നു. കുടിയിറക്കം അതിനിടയിൽ ഭയങ്കരമായി അയ്യപ്പൻ കോവിൽ കുടിയിറക്കം, അതുപോലുള്ള മറ്റു കുടിയിറക്കുകൾ. അപ്പോൾ അവരെയൊക്കെ നിലനിർത്താൻ വേണ്ടി ആരെ പരിശ്രമിച്ചത്? അതിൻ്റെ മുമ്പിൽ പോയി നിരാഹാര സജ്ജീകരിച്ചിരുന്ന കത്തോലിക്ക വൈദ്യ നേതൃത്വത്തിലാണ്. AK ഗോപാലൻ പോലും വന്നിരുന്നത് അങ്ങനെയാണ്. നമുക്ക് മനസ്സിലാക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കത്തോലിക്ക പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു പൂജാരി പ്രവർത്തനമായിട്ട് ഇരിക്കുകയെന്നല്ല. തന്നെയില്ല, പറഞ്ഞ വലിയ ആരോഗ്യ പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ മെത്രാന്മാർ മുതൽ അങ്ങേറ്റം പരിശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ മഹാന്മാർ പലരും പഠിച്ചിറങ്ങിയതേ ഈ പണം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈ പണം ഉണ്ടാക്കി ഒരു പുരോഹിതനും ഒരു മെത്രാനും വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. സമൂഹ നന്മയ്ക്കായിട്ട് മാത്രം ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ. ദേവാലയങ്ങൾ മാത്രം, ഈ പറയുന്ന ദേവാലയങ്ങൾ മാത്രമൊന്നുമില്ല, വിദ്യാഭ്യാസ മാത്രമല്ല, ആതുരാലയങ്ങളോ. ഇപ്പോൾ തൊട്ടടുത്ത് നമുക്കറിയാമല്ലോ, മെഡിസിറ്റി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത്. ഒറ്റ മേലധ്യക്ഷൻ്റെ ദൃഢനിശ്ചയമാണ്. എത്ര കോടികളാണ്, 150 കോടി കടബാറ്റിൽ ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങ് ദൂരെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, ട്രാഫിക് ജാം കൊണ്ട് ആൾ ചെല്ലുന്നതിന് തട്ടിപ്പോകുന്ന ഇടയായതുകൊണ്ട് സ്ഥലത്ത് നോക്കത്തുന്ന രൂപത്തിൽ തന്നെ ഈ സ്ഥാപനം ഉണ്ടാക്കി വെച്ചില്ലേ. ആർക്കാ? ക്രൈസ്തവർക്ക് മാത്രം പ്രയോജനമായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനൊക്കെ അർത്ഥം പറ്റിയിട്ടാണത്? എവിടെയെല്ലാം തന്നെ മക്കൾ വൈദികരെ ലോകത്തിന് വീട് വാങ്ങലിൽ പോയി അന്വേഷണ ജോലി ചെയ്യിപ്പിച്ച് അവിടുന്ന് കിട്ടുന്ന വേതനം ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അവരവർ ഇടവകളിൽ നിന്ന് പിരിവെടുത്ത് അവരെ മനുഷ്യരെല്ലാം പിഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനമേ. ഈ പണം സമ്പാദിച്ചുകൊണ്ട് പാലാമെത്താൻ വീട്ടിൽ പോയിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ തിരുവല്ലായിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായി. അതിൻ്റെയൊക്കെ പിൻപിലെ കാര്യം മനസ്സിലാക്കാനേ ഈ മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള കൃപയാണ് പൗരോഹിത്യം എന്ന് പറയും. ഒന്നിപ്പിച്ച് നിർത്താൻ, എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാവുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭൂരിഭാഗം മെത്രാന്മാരും സ്വാർത്ഥ താല്പര്യമുള്ളവരാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അവർക്ക് വിശ്വാസമൊന്നും പ്രശ്നമില്ല. ആരെ പറയുന്നതെന്നറിയാമോ? വലിയൊരു ക്രൈസ്തവ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ അത് ആരംഭത്തിൽ ഞങ്ങൾക്ക് വിചാരിച്ചു നേരെ പോകുമായിരിക്കും. ഇപ്പോൾ എന്തോ മറ്റു സ്വാർത്ഥ താല്പര്യം കൊണ്ട് ചില വർഗീയ പ്രസ്ഥാനങ്ങളോട് കൂട്ടിച്ചേർന്ന് എന്തെല്ലാം തരത്തിൽ സഭയെ മെത്രാന്മാരെ കുറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അനുഭവത്തിൽ തന്നെ ഒരുപാട് വിഷമതകൾ ഉണ്ടാക്കിയ മനുഷ്യന് അവസാനം പെട്ടിരിക്കുന്നില്ല. ദുഃഖമുണ്ട്, പറയാതിരിക്കാൻ പറ്റുന്നില്ലോ. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രസിദ്ധനാകുന്ന മാർഗ്ഗം ഇപ്പോൾ കുറുക്ക് വഴി കണ്ടുപിടിച്ചിരിക്കുന്നത് മെത്രാന്മാരെയും എതിരെയും കുറ്റം പറയുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ വിഷമിക്കരുത്. മെത്രാന്മാർക്കും എതിരും കുറ്റമില്ലാതില്ല, കുറ്റമുണ്ട്. വിമർശിക്കുക തന്നെ വേണം. അതേ പോസിറ്റീവ് ക്രിറ്റിസിസം ആയിരിക്കണം. നന്മ അല്ല, ഇവരെല്ലാം കാട്ടുകള്ളന്മാരും ഭയങ്കര കൂട്ടക്കള്ളന്മാരും ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വെറുപ്പിന് വിധേയമാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ ഭരിച്ചിരുന്ന പാർട്ടി 10 വർഷമായിട്ട് ഭരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. അതിനൊന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളാമെന്ന് ആരാ പൊതുജനം മുഴുവൻ ആഗ്രഹിച്ചു. അപ്പോൾ ആഗ്രഹിച്ചപ്പോൾ അവർ വീണ്ടും ഭരിക്കാൻ പറ്റാവുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന അക്കൗണ്ട് തുറക്കാൻ നടക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ട് ആർക്ക് എന്ത് നേടാനായിരിക്കും? അവിടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ എന്ന് പറയുന്ന പരിദേവനം നടത്തുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള ഇടപാടുകളൊക്കെ ഈ കടം കയറി അങ്ങേയറ്റത്തെത്തി. അതേസമയത്ത് ഈ സർക്കാർ കഴിഞ്ഞ 8-10 വർഷമായിട്ട് നന്മയൊന്നും ചെയ്തില്ലെന്നാലും പറയരുത്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടങ്ങളിലും അതുപോലെ കോവിഡ് പോലെ കാലഘട്ടങ്ങളിലും അതുപോലെ ഭയങ്കര പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൊക്കെ അവർ നേതൃത്വം കൊടുത്തു. നല്ല രീതിയിലും നല്ല വികസന പ്രവർത്തനമൊക്കെ നേതൃത്വം കൊടുത്തു. കയറിയില്ലെന്ന് അതുകൊണ്ട് കാടടച്ചങ്ങ് പിടിവെച്ച് അത് മുഴുവൻ തിന്മയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് ഇവർ ചെയ്യാമായിരുന്ന ചില കാര്യം, സർവ്വരാജ്യ തൊഴിലാളി പ്രസ്ഥാനമല്ലേ, ആശാവർക്കന്മാർക്ക് അത്രയും ജോലി കഷ്ടപ്പെട്ടിട്ട് അവരോടൊരു കരുണ കാണിക്കാമായിരുന്നില്ലേ? അധ്യാപകരെ 10-20,000 പേരോന്നുണ്ടല്ലോ അനാഥമായി പോയ സാഹചര്യങ്ങളിൽ അനാഥമായി പോയില്ലേ? അവർക്ക് വാസ്തവത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായത് വേറൊരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. ഇവർ തന്നെ നേരിട്ട് സുപ്രീം കോടതി തന്നെ വിധി പാലിക്കണമെന്ന് പറഞ്ഞ് ഇത് കോടതിയിലേക്ക് തട്ടി വിട്ടിട്ട് അവരായിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാമായിരുന്നോ? ചിന്തിക്കട്ടെ, ആലോചിച്ച് നോക്കിക്കേ. അല്ല, വെറും ഒരു വ്യക്തിയുടെ ധാർഷ്ട്യമോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ സ്വഭാവം മാത്രമാണ് ആ കുത്തിയതിന് പ്രതിഫലിച്ചിട്ടുള്ളതൊന്നും സംശയമില്ല. ഇതുപോലുള്ള പ്രവൃത്തികൾ കൊണ്ട് അവസാനിപ്പിക്കുന്ന മനുഷ്യനെതിരായിട്ടും ജനത്തിനെതിരായിട്ടും പോവുകയായിരുന്നില്ലേ? അതുപോലെ വന്യജീവി, തെരുവ് നായൻ, ഈ വിഭാഗങ്ങളൊക്കെ എത്ര ജീവന് ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് തന്നെ ആളുകൾ സംശയിച്ചു പോയില്ലേ?
എത്ര പേരെ നായി കടിച്ചു പോകുന്നത്, എത്ര പേരെ വന്യജീവി കൊന്നത്. എന്നിട്ട് ഇതിന് ചുമതലപ്പെട്ട് മന്ത്രിയെ പ്രസ്ഥാനമൊക്കെ എന്തെങ്കിലും ഒരു മനുഷ്യനൊരു ആശ്വാസം വരുത്തരുത് എന്ന നടപടിക്രമങ്ങളിലേക്ക് പോയില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ്. 9 മാസത്തോളം ആശാവർക്കന്മാർ സമരം ചെയ്തു. അവരെയൊക്കെ പാട്ട് പെറുക്കുകളൊക്കെ ആക്കി മാറ്റി. ഇതൊക്കെയാണ് ഇതിൻ്റെ പരാജയത്തിന് കാരണം, അല്ല വേറെ കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചില പ്രതിഷേധത്തിന് കരിങ്കൊടി കാണിക്കാൻ പാടില്ല, ആർക്ക് കാണിക്കാൻ പാടില്ലാത്ത സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ കരിങ്കൊടി കാണിച്ചവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പോലീസിനെ വിട്ട് തല്ലിച്ചതച്ചതിന് ശേഷം അത് രക്ഷാപ്രവർത്തനമായി ഒക്കെ ചിത്രീകരിക്കാൻ പോയപ്പോൾ മനുഷ്യൻ ഉള്ളുകൊണ്ടേ വെറുക്കും. അത് വെറുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയുന്ന വാക്കൊക്കെ പ്രവൃത്തിയൊക്കെ എന്നാൽ. അപ്പോൾ അതുകൊണ്ട് ചെയ്ത നന്മയെല്ലാം നഷ്ടപ്പെടുക. ഒരു ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ആൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് ആവശ്യത്തിനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കി. അതേസമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതുമാത്രം നന്മയുണ്ടാകുമായിരുന്നു. ഇതൊരു വയറ്റിൽ കത്രികയുമായിട്ട് നടക്കും, ഇത്രയും മാസങ്ങളോളം വയറ്റിൽ കത്രികയുമായിട്ട് നടന്ന ഒരു വനിത എന്തൊരു വേദന അനുഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ ഒരു തിന്മയായിട്ടും IAS ഉദ്യോഗസ്ഥ ഇടയിൽ തന്നെയൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അപ്പോൾ നാടൊട്ടിക്കണ കോടിക്കണക്ക് പണം മുടക്കി ഈ കേരളിന് വേണ്ടിയിട്ട് മഞ്ഞക്കുറ്റികളൊക്കെ സ്ഥാപിച്ചില്ല, വൃഥാവലായില്ലേ. ഇത് മനുഷ്യനെ ഇഷ്ടമില്ലെങ്കിൽ, മനുഷ്യന് ആവശ്യമില്ലെങ്കിൽ എന്തിനു വേണ്ടി ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നു? PR വർക്കാരെന്ന് പറയുന്നുണ്ട് എത്ര കോടികളെ ചിലവഴിച്ചത് ആ ഒരാളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് സംസ്ഥാനം എന്ന് പറയാം, കേരളം വിദ്യാഭ്യാസ സമ്പന്നരുടെ സംസ്ഥാനമാണ്. എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉള്ളിലെ നിഗൂഢ പദ്ധതി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലുള്ളതേ. അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഒരുമാതിരി കൂറ്റൻ ഹോർഡിങ്സ് കേരളം അങ്ങേയറ്റം വരെ, കേരളം മുഴുവൻ. അതിനിടയിൽ തന്നെ ഒരു വനിതാ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന് പറയാൻ കള്ളക്കേസ് ഉണ്ടാക്കി വെച്ചിരിക്കും. കരിങ്കുടി അടിച്ചെന്ന പിള്ളേർ 5 അയലക്ക് പോലും ചെയ്തു പോലുമില്ല. ഇത് കൃത്രിമത്വം കാണില്ല. ഇപ്പം ഇന്നത്തെ കാലം ഡിജിറ്റൽ വേൾഡാണ്. കറക്റ്റായിട്ട് സീൻ മുമ്പിൽ കാണുകയില്ലേ. ഇത് കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിനുള്ള ആരോപണം ഉന്നയിച്ച് അഭിനയിച്ചാൽ എന്താ ശരിയാകുന്നത്? അപ്പോൾ അതുകൊണ്ട് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു. അപ്പം അതുകൊണ്ട് സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന അഴിമതിക്കാരെയൊക്കെ സംരക്ഷിക്കാനുമായിട്ട് ഒരു മടിയുമില്ല. കോടതി തന്നെ പറഞ്ഞില്ലേ, സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി മാറി. കോടതി കഴിഞ്ഞ നവംബറിൽ പറഞ്ഞതാണ്. അതിനിടയിലെ സ്വർണ്ണക്കള്ളത്തിൻ്റെ കടത്തിൻ്റെ കാര്യങ്ങൾ വന്നത് എന്താണ്? അധികാരം ദുഷിച്ച് ധാർഷ്ട്യം വളർന്ന് സ്വേച്ഛാധിപത്യം ഉണർന്ന് അസഹിഷ്ണുത അറ്റത്തെത്തി സമസ്ത മേഖലകളിലും ഇങ്ങനെ വന്നു പോയതല്ലേ വാസ്തവത്തിൽ. ഇങ്ങനെ അതുകൊണ്ട് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അതുകൊണ്ട് അസ്തമിച്ചു എന്ന് കരുതേണ്ടതില്ല. അവരുടെ പ്രസക്തിയുണ്ട്, അവരിവിടെ വേണം. അവർ നല്ല പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ നേതാക്കന്മാർ തലയിൽ കയറിയിരിക്കുന്ന പല കാര്യം ശരിയില്ല. ഇനി സമരമുഖത്ത് കാണാമെന്നാണ് പറഞ്ഞത്. അത് ശരിയായ നടപടിയല്ല. പണ്ടൊരു നേതാവ് ഒരു ഗ്രൂപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പറയാം സമാധാനമായിട്ട് ഭരിക്കാൻ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊച്ചു നേതാവ് പറഞ്ഞു സമരമുഖത്ത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പരിപാടി അതല്ല ചെയ്യേണ്ടത്. പോസിറ്റീവ് ക്രിയേറ്റീവ് പ്രതിപക്ഷമായി നിന്നതുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതകരിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്നതാണ് എപ്പോഴും ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ആളുകളുടെ മനസ്സിനെ കയ്യിലെടുക്കാൻ നല്ലത്. അല്ലാതെ സമരം കൊണ്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ അംഗീകാരം കിട്ടുമെന്ന് ആരും കരുതേണ്ട കാര്യമൊന്നുമില്ല. ലോകം കണ്ടവരാണ് കേരളത്തിലുള്ളവർ നല്ലൊരു ശതമാനം. ഇവിടെയൊക്കെ മക്കൾ അങ്ങ് ഇംഗ്ലണ്ടിലും അങ്ങ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇവർക്ക് അവിടെ പോയി ഇതൊക്കെ കാണുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയവും കാണുന്നുണ്ട്. എന്നിട്ട് പണ്ടത്തെ പോലെ കേരളം അടച്ചുപൂട്ടപ്പെട്ട സംസ്ഥാനമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് സമരം കാണുന്നതിനും തൊട്ടതിനൊക്കെ സമരം കൊണ്ട് തുടങ്ങിയാലേ പുറ്റിച്ച് പുറത്താക്കിയുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരെ ശാന്തമായി സമാധാനപരമായിട്ടുള്ള ഒരു സംസ്ഥാനം കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവരും കൂടി ഒന്നിച്ച് സഹകരിക്കുകയാണ് ആവശ്യമായിരിക്കും. അതുകൊണ്ട് കത്തോലിക്ക പുരോഗതിയിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയുന്നത് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പറയേണ്ടടുത്ത് പറയും, പറയാതിരിക്കില്ല. ഒരു കാര്യമേ ഉള്ളൂ, എക്സിക്യൂട്ടീവ് പൊളിറ്റിക്സിൽ ചെന്ന് ഇടപെടാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അങ്ങനെ പാർട്ടിയുമായിട്ട് ഓപ്പണായിട്ട് പാർട്ടി അംഗമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ലെന്ന കാര്യം ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കിയിരിക്കും. അതൊരു വാതുറന്ന് അച്ഛൻ അഭിപ്രായം പറയാം. പാവപ്പെട്ട അച്ഛന്മാരെ പേടിപ്പിക്കുകയല്ലേ, ഭയപ്പെടുത്തുകയല്ലേ. അഭിപ്രായം പറയാൻ പാടില്ല, ആര് പറയാൻ പാടില്ലെന്നും. ഈ രാജ്യത്തിന് പൗരനല്ലേ വൈരി എന്ന് പറയുന്നത്. പറയുന്നിടത്ത് പറയാൻ അധികാരമുണ്ട്, അതിന് അവകാശമുണ്ട്. അത് പറയുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പുള്ളവർ എതിർപ്പായിട്ട് എതിർ അഭിപ്രായം പറയാം. പക്ഷേ അതുകൊണ്ട് അതിനെ തടയാനൊന്നും പറ്റില്ല. താങ്ക് യു വെരി മച്ച്.